ആ കംപ്ലീറ്റ് ബാക്കു സിറ്റിയുടെ ഒരു പനോറമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ. ഭാഗ്യത്തിന് കയ്യിലൊരു സ്കാർഫ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ട്. കോലം കാണുമ്പം നല്ല കോമഡി ആയിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് തലയിൽ ചുറ്റി. നെക്സ്റ്റ് നമ്മൾ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്യൂണിക്കുലാറിലാണ്. പക്ഷേ നമ്മൾ താഴെ എത്തിപ്പെടാൻ മനസ്സിലായത് മേലെ നിന്നായിരുന്നു കയറേണ്ടിയിരുന്നത്. പിന്നെ വീണ്ടും തിരിച്ച് വണ്ടി എടുത്തിട്ട് മേലെ പോയി അവിടുന്ന് കയറി നേരെ താഴോട്ടേക്ക് വന്നു. ഇപ്പം നിങ്ങളെ കാണുന്നത് ഒരു മിനി കനാൽ ബോട്ടാണ്. ബാക്കു ബൊളിവാർഡിൽ വരുന്ന ചാമിങ് കനാൽ സൈഡ് അട്രാക്ഷനാണിത്. ലിറ്റിൽ വെനീസ് ഓഫ് ബാക്കു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിലൊക്കെ ഇരുന്ന് വരുമ്പോഴത്തേക്കും വെയിൽ കൊണ്ടൊരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ മേലോട്ടേക്ക് സെയിം ഫ്യൂണിക്കുലറിൽ മേലോട്ട് വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഓൾഡ് സിറ്റി ഓഫ് ബാക്കുവിലേക്കാണ്. അവിടെയും ഒരുപാട് കാണാനുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. നമുക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റും അതിൻ്റെ അകത്തെ കൂടിയിട്ടൊക്കെ. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരുപാട് മ്യൂസിയംസൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഓരോ മ്യൂസിയംസിലൊക്കെ കയറുമ്പം ചാർജ് വരുന്നുണ്ട്.